സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് 10 ആളുകൾ കടന്നു വരികയാണ്. 10 ആളുകൾ വന്നിട്ട് ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കുന്നു. ഒന്നാമൻ വന്ന് ചോദിച്ചു, അലിയേ, ലോകത്ത് അറിവാണോ ധനമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? അലി റളിയല്ലാഹുവിന്റെ മറുപടി അറിവാണ്. ഒന്നാമൻ ചോദിച്ചു, എന്താണ് അതിന് തെളിവ്? അലി റളിയല്ലാഹു പറഞ്ഞു, അറിവ് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. എന്നാൽ ധനം ഖാറൂനിൻ്റെയും ഹാമാൻ്റെയും ഫിർഔനിൻ്റെയും അനന്തര സ്വത്താണ്. ഒന്നാമൻ പോയി ഈ കാര്യം തൻ്റെ ജനതയെ അറിയിച്ചു. മറ്റൊരാൾ വന്ന ആദ്യത്തെ ആൾ ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചു, അലിയേ, അറിവാണോ ധനമാണോ ശ്രേഷ്ഠമായത്? വീണ്ടും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മറുപടി പറയാണ്, അതേ, അറിവാണ്. എന്തേ തെളിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ധനത്തിനു നീ കാവൽ നിൽക്കുമ്പോൾ അറിവ് നിനക്ക് കാവൽ നിൽക്കുന്നു. അറിവ് നിന്നെ സംരക്ഷിക്കുന്നു, അതേ സ്ഥാനത്ത് ധനത്തെ നീ സംരക്ഷിക്കുന്നു. രണ്ടാമൻ പോയി കാര്യം തൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. മൂന്നാമന് ചോദ്യവുമായി വരുന്നു, അലിയേ, അറിവാണോ ധനമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? മൂന്നാമനും വന്ന് ചോദിക്കുന്നത് തന്നെയാണ്. ആമത്തെ ആൾക്കും മറുപടി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, എന്താണ് അലിയെ തെളിവെന്ന് പറയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, ധനത്തിൻ്റെ ഉടമക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടാവും, എന്നാൽ അറിവിൻ്റെ ഉടമക്ക് മിത്രങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. മൂന്നാമൻ തിരിച്ചുപോയി തൻ്റെ കൂട്ടുകാരെ അറിയിച്ചു. നാലാമൻ എണീറ്റ് അലിയോട് ചോദിച്ചു, അറിവാണോ ധനമാണോ ശ്രേഷ്ഠമായത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞ്, അറിവാണ് മോനെ. എന്താണ് തെളിവെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ മറുപടി, ധനം നീ വിനിയോഗിച്ചാൽ കുറഞ്ഞു പോകും, അറിവ് ചിലവഴിച്ചാൽ വർദ്ധിക്കുന്നതാണ്. നാലാമൻ തിരിച്ചു ചെന്ന് തൻ്റെ സുഹൃത്തുക്കളെ ഇത് അറിയിച്ചു. അഞ്ചാമൻ എണീറ്റ് ചോദിച്ചു, അലിയേ, അറിവാണോ ധനമാണോ ഏറ്റവും ശ്രേഷ്ഠമായത്? അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, സംശയമില്ല, അറിവ് തന്നെയാണ്. എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ധനത്തിൻ്റെ ഉടമക്ക് പിശുക്കനെന്നും മറ്റുമുള്ള പേരുകൾ വിളിക്കപ്പെടുമ്പോൾ അറിവിൻ്റെ ഉടമയെ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേര് വിളിക്കപ്പെടുന്നു. അഞ്ചാമൻ തിരിച്ചുപോയി സുഹൃത്തുക്കളെ ഈ വിവരം അറിയിച്ചു കൊടുത്തു. ആറാമൻ എണീറ്റ് ചോദിച്ചു, അലിയേ, അറിവാണോ ധനമാണോ ശ്രേഷ്ഠമായത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മദീനത്തുൽ ഇൽമി അലിയും ബാബുഹ എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. അലി, അതെ, ഞാൻ മദീനയാണ്, ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ അതിൻ്റെ കവാടം അലിയാണെന്ന് പറഞ്ഞ അലി അതാ ഇൽമ പ്രകടിപ്പിക്കുന്നു. ആറാമനോട് പറയുന്നു, അറിവ് തന്നെയാണ്, സംശയമില്ല. കാരണം ധനം കളവ് പോകുന്നതിനെ ഭയക്കണം, എന്നാൽ അറിവ് അങ്ങനെ കളവ് പോകുന്നതിനെ ഭയക്കേണ്ടതില്ല. അയാൾ തിരിച്ചു പോയിട്ട് സുഹൃത്തുക്കളെ ഇതറിയിച്ചു. ഏഴാമനെണീറ്റ് അതേ ചോദ്യം ചോദിക്കുകയാണ്, അറിവാണോ ധനമാണോ ശ്രേഷ്ഠമായത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, അതേ, അറിവ് തന്നെയാണ്, സംശയമില്ലല്ലോ. ധനം കാലം കഴിയും തോറും നശിക്കുകയും കേടുവന്നു പോവുകയും ചെയ്യുന്നു, എന്നാൽ അറിവിനങ്ങനെയില്ല. അയാൾ തിരിച്ചുപോയി തൻ്റെ സുഹൃത്തിനോട് ഇത് അറിയിക്കുകയാണ്. എട്ടാമൻ ചോദിക്കുകയാണ്. എട്ടാമനൊന്നും ചോദിച്ചില്ല. എട്ടാമന് ചോദിക്കാൻ മടിയായത് കേട്ടപ്പോൾ ഒമ്പതാമൻ വന്ന് അലിയോട് ചോദിച്ചു, ധനമാണോ അറിവാണോ ശ്രേഷ്ഠമായത്?
അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അറിവിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു കൊടുത്തു, ധനം ഹൃദയത്തെ ക്രൂരമാക്കുമ്പോൾ അറിവ് ഹൃദയത്തെ വെളിച്ചം നൽകുന്നു. അദ്ദേഹം അവരുടെ ജനതയിലേക്ക് പോയി ഇത് പറഞ്ഞു കൊടുത്തു. പത്താമൻ എണീറ്റ് വന്ന് ചോദിച്ചു, അറിവിനാണോ സമ്പത്തിനാണോ ശ്രേഷ്ഠതയുള്ളത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു, അറിവിനാണ്. സംശയമുണ്ടോ മോനെ? ധനമുള്ളവൻ അഹങ്കരിക്കുകയും പൊങ്ങച്ചം കാണിക്കുകയും ചെയ്യുമ്പോൾ അറിവിൻ്റെ ഉടമ താഴ്മയുള്ളവനും വിനയമുള്ളവനും സാധുവുമായിരിക്കും. ഇയാൾ തിരിച്ചുപോയി സുഹൃത്തുക്കളോട് ഇത് അറിയിച്ചു. അവരെല്ലാവരും വന്ന് അലിയോട് പറഞ്ഞു, താങ്കൾ അറിവിൻ്റെ പട്ടണമാണ്, സത്യമാണ് മുത്തുനബി പറഞ്ഞത് എന്ന് പറഞ്ഞവരെല്ലാവരും അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു. അറിവാണ് ഏറ്റവും വലുതെന്നവർ മനസ്സിലാക്കി. അങ്ങനെയുള്ള അറിവ് അല്ലാഹു നമുക്ക് നൽകട്ടെ.